നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? റെഡി അല്ലേ? എല്ലാവരും റെഡിയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് പോകുന്നത്. സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മള് 7th ഒരു പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയും. അപ്പൊ അതെല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ നല്ല സിമ്പിൾ ആക്കി പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ, ഒരു കുഞ്ഞു ഗ്രാഫ് ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ 8th കഴിഞ്ഞു. ഇനി നമ്മൾ 9th കാണുള്ളൂ കേട്ടാ. 9th കാണുള്ളൂ എന്ന് വെച്ചാൽ ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഇനി അങ്ങോട്ട് റിവിഷൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു ചാപ്റ്ററും കൂടിയാണ് നമുക്ക് ആസ്വദിച്ച് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചൊക്കെ പഠിക്കാം. നമ്മൾ ഏത് ചാപ്റ്ററിലേക്കാണ് പോവാൻ പോണത്? ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 12 ഫാക്ടറൈസേഷൻ. ചാപ്റ്റർ 12 ഫാക്ടറൈസേഷൻ. ഓക്കെ, അപ്പൊ എല്ലാവരും ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് നോക്കിക്കേ. ഫാക്ടറൈസേഷൻ എന്താണ്? ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? എനിവൺ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ യെസ്, ഐഡിയ ഉള്ളവരെ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. സാർ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? യെസ്, കാർത്തിക്. എന്താണ് കാർത്തിക്കിനുള്ള ഒരു ഐഡിയ? ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം എന്നാണ് കാർത്തിക്കിന്റെ ഐഡിയ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും നമ്പേഴ്സ് ക്യാൻസൽ ചെയ്തും കളയാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യും, നമ്പേഴ്സ് ക്യാൻസൽ ചെയ്തും കളയാൻ പറ്റും. ഓക്കെ, ആഹാ, അപ്പൊ ഇത്രയും പറഞ്ഞാ പോരാ. എന്താന്നറിയില്ല അല്ലെ. പക്ഷെ നമ്മൾ എന്ത് കാര്യവും പഠിക്കുമ്പോ എന്ത് പഠിക്കണം? അതിന്റെ ബേസിൽ തൊട്ട് പഠിക്കണം അല്ലേ. എന്നാലാണ് അവിടെ സ്ട്രോങ് ആവുള്ളൂ. ശരിയല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ ദേവനാരായണൻ കൂട്ടാവുന്ന മ്യൂട്ട് ചെയ്ത് പറഞ്ഞേടാ. പറഞ്ഞ മോനെ. ഗുഡ് ഈവനിങ്. പറയടാ. എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. യെസ്, ആ ഒരു രീതി പറയാം, കുഴപ്പമില്ല. കുറച്ചും കൂടി ഹയർ ലെവലാണ് പക്ഷെ നീ പറഞ്ഞത്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ്. ഇവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് തന്നെയാണ്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോ ഞാൻ ജസ്റ്റ് ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ചിക്കൻ കറി ഉണ്ടാക്കാൻ എത്ര പേർക്ക് അറിയാം? ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇവിടെ ഗേൾസ് ഒന്നും ഇല്ലല്ലോ. ടാറ്റ. ബോയ്സ് എല്ലാവരും ടാറ്റയൊക്കെ തരുന്നുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാവുന്ന കുറെ പേരുണ്ട്. ഓക്കെ, ഋഷിയുടെ ചിക്കൻ കറി കൂട്ടിയിട്ട് അവിടെ നിൽക്കുന്ന ഫുഡ് കഴിക്കാൻ. യെസ്, പറയടാ. ചിക്കൻ കറി ഉണ്ടാക്കണ എങ്ങനെയാണ്? എന്തൊക്കെ വേണം? ചിക്കൻ കറി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ചിക്കൻ വേണം, അത് മസ്റ്റ് ആണ്. ശരിയാണ്, ചിക്കൻ വേണം. വേറെ എന്ത് പറഞ്ഞാലും ചിക്കൻ മറക്കാൻ പാടില്ല. പിന്നെ മഞ്ഞപ്പൊടി വേണം. ആ, പിന്നെ ചിക്കൻ പൊടിയാ. ഓക്കെ, മസാല, ഗരം മസാല വേണോ അല്ലാതെ ചിക്കൻ മസാല വേണോ? എന്താ വേണ്ടത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തൊരു മസാല അല്ലേ. ആ, ചിക്കൻ മസാല ഇത്രയും മതിയാ? ചിക്കനും ടെർമറിക് മസാല മാത്രം മതിയാ? വേറൊന്നും വേണ്ട. നാരങ്ങ വേണം. ആ, പിന്നെ മല്ലിയില വേണം. ഓക്കെ, മല്ലിയില വേണം. പിന്നെ കുരുമുളക് വേണം. ഓക്കെ, കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും തന്നെ ധാരാളം അല്ലെ. ചിക്കൻ കറി ഉണ്ടാക്കാൻ ബേസിക് ആയിട്ട് ചിക്കനും മസാലയും കുറച്ച് സോൾട്ട് ഇട്ടേക്കാം, അല്ലെങ്കിൽ പ്രശ്നമാകും അല്ലെ. സോൾട്ട്, ഗാർലിക്, ജിഞ്ചർ, ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വേണം അല്ലെ. അപ്പോ ഇത് ഞാനൊന്ന് ഫാക്ടറൈസേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യിക്കാൻ പോവാണ്. ഇതല്ല റിലേറ്റ് ചെയ്യിക്കുന്നെങ്കിലും ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇതേ ടീ ഉണ്ടാക്കാൻ പോവാണ്, ഒരു ചായ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ചിക്കൻ കറിക്ക് പകരം ചായ പറയാൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ട് ഞാൻ ടീ ആവുമ്പോ എല്ലാവർക്കും അറിയാലോ.
അല്ലെ? അപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുന്നു. ഈ ചായയിൽ നമുക്കറിയാം എന്തൊക്കെ വേണം? വാട്ടർ വേണം, അതേപോലെ തന്നെ ടീ പൗഡർ ബേസിക് ആയിട്ട് വേണം. ഷുഗർ കട്ട് ഉള്ളവർക്ക് ഷുഗർ വേണ്ട, അല്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യാം, സംശയമില്ലല്ലോ അല്ലെ? അപ്പൊ ഈ ടീ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടീ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു എക്സ്പ്രഷൻ ആയിട്ട് എടുക്കുന്നത്. ഈ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കുന്നത് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടാണ്? വാട്ടർ, ടീ പൗഡർ, ഷുഗർ, ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടല്ലേ ആ പറയുന്ന ടീ ഉണ്ടായിരിക്കുന്നത്? ആണല്ലോ. ഈ പറയുന്ന വാട്ടർ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഫസ്റ്റ് ഫാക്ടർ, ടീ പൗഡർ ആണ് അടുത്ത ഫാക്ടർ, ഷുഗർ ആണ് അടുത്ത ഫാക്ടർ. അതായത് ഈ വാട്ടറും ടീ പൗഡറും അല്ലാതെ നമുക്ക് ഈ ചായ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ, ശരിയല്ലേ? വാട്ടറും ടീ പൗഡറും അല്ലാണ്ട് ഈ ചായ അതിൽ ചെറുതാക്കി അതിനെ വീണ്ടും വീണ്ടും ചെറുതാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. കോഫി വേണമെങ്കിൽ കോഫി പൗഡർ ആഡ് ചെയ്യാം, ശരിയല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരു എക്സ്പ്രഷൻ എടുത്താലും ഏതൊരു എക്സ്പ്രഷനെയും നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്ത് കുറച്ച് ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ പറ്റില്ലേ? അല്ലേ? അതായത് ഏതൊരു എക്സ്പ്രഷൻ എടുത്താലും, ടീ എടുത്താൽ നമുക്ക് അതിനെ വാട്ടർ, ടീ പൗഡർ, ഷുഗർ എന്ന് എടുക്കാം. ചിക്കൻ കറി എടുത്താൽ എനിക്ക് പറയാൻ കുറെ ലിസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ കറി മാറ്റി പിടിച്ചത്. ചിക്കൻ വേണം, മസാല വേണം, പെപ്പർ വേണം, അല്ലെ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല സാധനങ്ങൾ വേണ്ടി വരും. അപ്പൊ ടീ ആണെങ്കിൽ അവിടെ വാട്ടർ, ടീ പൗഡർ, ഷുഗർ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ടീ ആയി, ശരിയാണല്ലോ? അപ്പോ ഏതൊരു എക്സ്പ്രഷൻ നമ്മൾ ആൾജിബ്രായിക്കലി പറയുവാണെങ്കിൽ, ഇൻ ടേംസ് ഓഫ് മാത്സ് പറയുവാണെങ്കിൽ, ഏതൊരു എക്സ്പ്രഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറച്ച് ആളുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം, സ്പ്ലിറ്റ് ചെയ്തിട്ട്, അല്ലെ? അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ വാട്ടർ എന്ന് പറയുന്ന ഫാക്ടറും ടീ പൗഡർ എന്ന് പറയുന്ന ഫാക്ടറും ഷുഗർ എന്ന് പറയുന്ന ഫാക്ടറും ചേർന്നിട്ടാണ് ആര് ഫോം ചെയ്തിരിക്കുന്നത്? നമ്മുടെ ടീ ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പൊ അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആ പ്രോസസ്സിന്, ഒരു എക്സ്പ്രഷൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫാക്ടേഴ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് എക്സ്പ്രഷൻ ആണ് എന്ത്? നമ്മുടെ ടീ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ എക്സ്പ്രഷന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അവിടെ ഫാക്ടേഴ്സ് ആക്കി എഴുതുന്ന പ്രോസസ്, ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്ന പ്രോസസ് ആണ് എന്ത്? ഫാക്ടറൈസേഷൻ. ക്ലിയർ ആണ്? ഇനി ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ, അല്ലെ? അപ്പൊ ഏതൊരു എക്സ്പ്രഷൻ ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയാണ് 12 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു, എക്സ്പ്രഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ജസ്റ്റ് 12 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. ഈ 12 എന്ന് പറയുന്ന നമ്പറിന് എനിക്ക് 2 × 2 × 3 എന്ന് എഴുതാൻ പറ്റില്ലേ? പറ്റുമല്ലോ, അല്ലെ? അതായത് 12 എന്ന് പറയുന്ന നമ്പറിന് എനിക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 എന്ന് എഴുതാം. ഈ ഒരു പ്രോസസ് ആണ് ശരിക്കും എന്ത്? ഫാക്ടറൈസേഷൻ, അല്ലെ? അതായത് ആ 2 × 2 × 3 എന്ന് പറയുന്ന പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് എന്തിനെ എഴുതാൻ പറ്റി? ഈ 12 എന്ന് പറയുന്ന നമ്പറിനെ എഴുതാൻ പറ്റി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാക്ടറൈസേഷൻ. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? പറഞ്ഞ ഒരു കണ്ടീഷൻ മനസ്സിലായല്ലോ? അപ്പൊ ഫസ്റ്റ് ഹെഡിങ് കൊടുത്തേ, ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഫാക്ടറൈസേഷൻ. എന്താണ് ഫാക്ടറൈസേഷൻ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഫാക്ടറൈസേഷൻ. Okay, the method by which just നിങ്ങൾക്ക് അറിയാവുന്ന കാരണം ജസ്റ്റ് ഒന്ന് സെന്റൻസ് ആക്കി എഴുതുന്നത് മാത്രം. The method by which we find two or more numbers whose product is the given number. Okay, the method by which we find two or more numbers whose product is the given number. അതാണ് ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാക്ടറൈസേഷൻ. അല്ലെങ്കിൽ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് നമ്പേഴ്സിന്റെ പ്രോഡക്ട്സ് ആയിട്ട് എഴുതുന്നു. അത് നമുക്ക് എന്ത് വിളിക്കാം? ഫാക്ടറൈസേഷൻ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒരു എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സ്പ്രഷൻ എഴുതുവാണ്, അല്ലെങ്കിൽ ഒരു നമ്പർ എഴുതുവാണ്,
ദാറ്റ് ഈസ് എക്സാമ്പിൾ 12. 12 എഴുതി എല്ലാവരും. എക്സാമ്പിൾ 12 എഴുത. 12 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചത്. 12 എന്ന് പറയുന്ന നമ്പറിനെ വൈഷ്ണവേ കുട്ട എങ്ങനെ എഴുതാം? 12 ക്യാൻ ബി റിട്ടൺ ആസ്, വൈഷ്ണവിന് ഇന്ന് അടിയാണ് എന്റെ പറയടാ. 12 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെ എഴുതാം നമുക്ക്? എങ്ങനെ എഴുതാം? 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 6 into 4 ആണ്. 2 into 3 6, 6 into 2 അല്ലേ 12 അല്ലേ? അപ്പൊ 2 into 3 into 2 എന്ന് എഴുതാൻ പറ്റി. അപ്പോ ഇതില് ഈ പ്രോസസ്സിന് നമുക്ക് ഫാക്ടറൈസേഷൻ എന്ന് വിളിക്കാം. ഈ പറയുന്ന 2, 3, 2 ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എഴുതി വെച്ചു എല്ലാവരും. ഇതൊക്കെ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. Here 2, 3, 2 are the factors of 12. Are the factors of 12. Are the factors of 12. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പൊ ഫാക്ടറൈസേഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഡെഫിനിഷൻ ഒന്നുമല്ല അറിഞ്ഞിരിക്കേണ്ടത്, എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 12 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്താൽ 12 എന്ന് പറയുന്ന നമ്പറിൽ 2ഉം 3ഉം 2 കൈൻഡ് ഫാക്ടേഴ്സ് ആണ്. ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാലോ എല്ലാവർക്കും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുമ്പോൾ നമ്മൾ 24 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? സാർ ഒരാളൊന്ന് മ്യൂട്ട് ചെയ്തേ. മിത പറഞ്ഞേ മോളെ. 24 ക്യാൻ ബി റിട്ടൺ ആസ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 24 എവിടെയൊക്കെ വരുന്നുണ്ട്? ഓപ്ഷൻ വരുന്നില്ല. എന്താണത് പ്രശ്നം? സാർ ഒന്ന് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേഗം ഒന്ന് പറയണേ എന്താന്നുള്ളത്. യെസ് ദേവകി കുട്ട, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 24 എവിടെയൊക്കെ വരുന്നുണ്ട്? 6 into 4 24 ആണ്. പിന്നെ വേറെന്തെങ്കിലും? 8 into 3 അല്ലെ? 8 into 3 24 ആണ്. പിന്നെ 4 into 7 24 ആണ്. 12 into 2 ഇതൊക്കെ 24 ആണ്. ശരിയല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ 24 എടുത്ത ഈ 6, 4, 8, 3, 12, 2 ഇതെല്ലാം 24ന്റെ എന്താണ്? ഫാക്ടേഴ്സ് ആണ്. ശരിയല്ലേ? ഈ പറയുന്ന നമ്പേഴ്സ് എല്ലാം 24ന്റെ എന്താണ്? ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആണ് പറഞ്ഞത് എല്ലാവർക്കും? ഓക്കെ ആണ്. ഇതിൽ തന്നെ നമ്മൾ വേറൊരു ടേം യൂസ് ചെയ്യും മക്കളെ. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടാ. പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടേം. നിങ്ങൾ പ്രൈം നമ്പേഴ്സ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പ്രൈം നമ്പേഴ്സ്. എങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഒരാൾക്കൊന്ന് പറഞ്ഞുതരാവോ? എങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്? യെസ് ദേവകൃഷ്ണ പറയണോട്ടാ. പ്രൈം നമ്പേഴ്സ് മിടുക്കൻ. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതുവാണ് 2 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു. 2 എന്ന് പറഞ്ഞ നമ്പർ എനിക്ക് ഇതേപോലെ 2 into 1 മാത്രമല്ലേ എഴുതാൻ പറ്റുള്ളൂ അല്ലെ? 3 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്താൽ എനിക്ക് 3 into 1 മാത്രമല്ലേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ ഞാനിപ്പോ 4 എന്നാണ് എടുക്കുന്നതെങ്കിൽ 4ന് എനിക്ക് 4 into 1 എഴുതാ, 2 into 2 എഴുതാ. ശരിയല്ലേ? അപ്പോ ഏത് നമ്പറിനെയാണോ നമുക്ക് 1ന്റെയും സെയിം നമ്പറിന്റെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്, ആ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? അപ്പോ ഇവിടെ 2, 3 ഒക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. പക്ഷെ 4ലേക്ക് വരുമ്പോ അതെന്തല്ല? പ്രൈം നമ്പർ അല്ല. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? ഇപ്പൊ 2, 3, 5, 7, 11 ഇതൊക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. 1 പ്രൈം നമ്പർ ആണോ? ഈസ് 1 a prime number? No, 1 is neither prime nor composite. കേട്ടോ, അത് ആരും മറക്കരുത്, തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഈ പറയുന്ന നമ്പേഴ്സിനൊക്കെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ പ്രൈം ഫാക്ടേഴ്സ് ഉദ്ദേശിക്കുന്ന സെയിം കാര്യം തന്നെയാണ്.
അതായത് ആ നമ്പറും 1ഉം മാത്രം ഫാക്ടർ ആയിട്ട് വരാൻ പാടുള്ളൂ അല്ലെ. ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്ന ഫാക്ടേഴ്സ് 2, 3 ഒക്കെ ആണെങ്കിൽ ഇതെന്താണ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. ഫർദർ അതിനെ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ അതിനെ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ. 2നെ 2 into 1 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 3നെ 3 into 1 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഞാൻ a എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്താൽ aനെ a into 1 മാത്രമല്ലേ എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ b എടുത്താൽ bനെ b into 1 മാത്രമല്ലേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായ? പ്രൈം നമ്പേഴ്സ് തന്നെ എന്താണ്? പ്രൈം ഫാക്ടേഴ്സും ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്പർ ആണ്, പക്ഷെ അവിടെ വരുമ്പോഴേക്കും വേറെ എക്സ്പ്രഷൻസും വരാം അല്ലെ. ABCD XY Z ഇതൊക്കെ നമുക്ക് പ്രൈം ഫാക്ടേഴ്സിന്റെ കേസിലും യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത് എല്ലാവർക്കും? ഓക്കെ ആണല്ലോ. അപ്പൊ ജസ്റ്റ് ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്തൊക്കെ പോവാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ആ പ്രൈം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നിങ്ങൾ 7th ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഇവിടെ ബ്രീഫ് ചെയ്യാൻ പോവാണ്. ഞാൻ 10 എന്ന് പറഞ്ഞൊരു നമ്പർ എഴുതി. എല്ലാവരും ചട്ടപ്പടേ എന്ന് ചെയ്യണേ. 10 എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? പ്രൈം ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? യെസ് സാറേ, ഒരാൾ മ്യൂട്ട് ചെയ്തോ. ആദ്ര മോളെ പറയടാ. 10 എന്ന് പറഞ്ഞൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 2 and 5. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ 2 and 5 ആണ്. കാരണം 10 എന്ന് പറഞ്ഞ നമ്പർ എടുത്താൽ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 ആയിരിക്കും അതിന്റെ ആൻസർ കിട്ടുന്നത്. സോ 10 ക്യാൻ ബി റിട്ടൺ ആസ് 2 and 5 ആണ് ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അടുത്ത മിസ്സിന്റെ അടുത്തൊരു നമ്പർ എഴുതുവാണ്. യെസ്, നെക്സ്റ്റ് 120. ഇതിന് ഇതേപോലെ ഫാക്ടേഴ്സ് ആക്കി ഒന്ന് എഴുതിയ വേഗം. 120 എന്ന് പറയുന്ന നമ്പറിനെ ഫാക്ടേഴ്സ് ആക്കി എഴുതാ. വേഗം എഴുതിക്കോ. എങ്ങനെ വരും 120നെ ഫാക്ടേഴ്സ് ആക്കി എഴുതുമ്പോ? നിങ്ങൾ ജസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. 120യിൽ പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ് അല്ലെ. 2 12ല് 6 ടൈംസ് പോകും. 0 ഞാൻ ഇറക്കി എഴുതി. വീണ്ടും 2 6ല് 3 ടൈംസ് പോകും. 0 ഇറക്കി എഴുതി. നമ്മൾ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സിൽ ചെയ്തിട്ടുള്ള പരിപാടിയല്ലേ ഇത് അല്ലെ. ഇനി വീണ്ടും 2 3ല് 1 ടൈം. റിമൈൻഡർ 1 വന്നു. 10ല് 5 ടൈംസ്. ഇനി 2 പോകോ? 2 പോകൂല. പക്ഷെ 15ൽ ആര് പോകും? 3 പോകും. അപ്പൊ ഞാൻ ഇവിടെ 3 എഴുതി. 3 into 5. അതായത് 120യുടെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ആരെയൊക്കെ എഴുതാം? 2 2 2 3 5. ഇതൊക്കെ 120യുടെ ഫാക്ടേഴ്സ് ആണ്. ശരിയല്ലേ? അതായത് 120 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എഴുതുന്നത് 2 into 2 into 2 into 3 into 5 എന്നാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരെണ്ണം തരാം. യെസ്, ആരാണ് ചെയ്തിട്ട് പറയുന്നത്? 10AB. ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? വേഗം ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ. 10AB എന്ന് പറയുന്ന എക്സ്പ്രഷന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും? ആരാണ് പറയുന്നത്? രാഹിൻ കുട്ട പറയടാ. 10ABയുടെ ഫാക്ടേഴ്സ് ആരൊക്കെ ആയിരിക്കും? 2AB 5AB ആയിരിക്കും. യെസ്, അതായത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. 10 എന്ന് പറഞ്ഞത് ഒരു നമ്പർ ആണ് അല്ലെ. 10 എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണ്. 10 എന്ന് പറയുന്ന നമ്പറിനല്ലേ നമ്മൾ 2 into 5 എന്ന് ഓൾറെഡി എഴുതിയിരിക്കുന്നത് ആണോ? അപ്പൊ ഞാൻ ഫസ്റ്റ് ഫാക്ടർ 2, സെക്കൻഡ് ഫാക്ടർ 5. കുഴപ്പമില്ലല്ലോ. ഇനി AB എന്ന് പറഞ്ഞാൽ നമ്മൾ A into B എന്നല്ലേ എഴുതണത് അല്ലേ. അപ്പോ അടുത്ത ഫാക്ടർ Aയും അടുത്ത ഫാക്ടർ Bയും ആയിരിക്കൂലേ? ശരിയല്ലേ? അതായത് 10AB എന്ന് പറഞ്ഞാൽ 2 into 5 into A into B എന്നല്ലേ അവിടെ മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായ എല്ലാവർക്കും? കിട്ടിയ മക്കളെ?
ഓക്കെ ആണല്ലോ? കാതറിൻ കിട്ടുന്നുണ്ടാ? അൻവിത ഓക്കെ ആണ്. അപ്പോ ഫാക്ടർ എന്താണ് എന്നുള്ളൊരു ഐഡിയ പ്രോപ്പർ ആയ എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് ചെയ്ത് കാണിക്കോ. നിങ്ങൾക്ക് ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ജസ്റ്റ് ഒന്ന് വേഗം ചെയ്ത് കാണിച്ച എല്ലാവരും. ഓക്കെ യെസ്, ഇവിടെ ചെയ്തോ. ദാറ്റ് ഈസ് 12 into AB. 12 into AB. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും വേഗം ഒന്ന് പറഞ്ഞേ. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. ഇവിടെ ഇവരുടെയൊക്കെ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും? ട്വൽവ് എ ബി. ദേവനാരായണൻ ചെയ്ത് കഴിഞ്ഞാടാ. ഓക്കെ യെസ്, അഫ്നാൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോടാ. 12 AB. 12 AB നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12നെ നമുക്ക് എങ്ങനെ എഴുതാം? പറഞ്ഞ മോനെ, 12നെ നമുക്ക് എങ്ങനെ എഴുതാം? എന്താടാ മിസ് അനങ്ങണില്ലേ? ഞാനിവിടെ നന്നായിട്ട് അനങ്ങുന്നുണ്ട്. പക്ഷെ നീ അപ്പൊ എന്ത് ചെയ്യും? അവിടെ പകുതി കഴിഞ്ഞിട്ടാണ്, പകുതി കഥ കഴിഞ്ഞിട്ടാണ് അവിടെ കേട്ടോണ്ടിരിക്കണത്. സാറേ ലാഗ് ഇല്ലാത്ത ഒരാളെ വിളിച്ചേ. കെസിയ. യെസ് കെസിയ മോളെ പറയടാ. 12 എല്ലാം സെറ്റാടാ. സാർ എന്താ ഒരു മെസ്സേജ് അയച്ചാ കേട്ടാ. യെസ് കെസിയ മോളെ പറഞ്ഞോ. 12നെ നമുക്ക് എങ്ങനെ എഴുതാം? യെസ് 2 into 2 into 3 ആണ് 12. അപ്പൊ 12നെ നമുക്ക് 2 into 2 into 3 എന്ന് എഴുതാം. അപ്പൊ ഫാക്ടേഴ്സ് 2 2 3 ആണെന്ന് കിട്ടി. പിന്നെ എ ബി എന്ന് വരുമ്പോ വേറെ അതൊക്കെ ഉണ്ടാവും. എ ഒരു ഫാക്ടർ ആണ്, ബി അടുത്ത ഫാക്ടർ ആണ്. കാരണം എ നമുക്ക് എ ഇൻറ്റു 1 എഴുതാം, ബി നമുക്ക് ബി ഇൻറ്റു 1 എഴുതാം. ശരിയല്ലേ? അപ്പൊ അവിടുത്തെ ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് കിട്ടിയല്ല. ഞാനിവിടെ കുറെ പൂക്കളൊക്കെ വരച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ എഴുതണില്ലേ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്? സെറ്റ് അല്ലേ? യെസ് ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരാൾ മ്യൂട്ട് ചെയ്തോ. 6x²y. 6x²y. യെസ്, ആരാണ് പറയുന്നത്? ബിലാൽ കുട്ട പറഞ്ഞോടാ. 6 നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം തന്നെ 6നെ എങ്ങനെ എഴുതാം? എന്താടാ? യെസ് 3 into 2. 3യും 2 അല്ലെ? 6 എന്ന് പറഞ്ഞാൽ 3 into 2 ആണ്. പിന്നെ x² എന്ന് പറയുമ്പോ അതിന്റെ മീനിങ് എന്താ? എത്ര എക്സ് വരുന്നുണ്ട്? 2x വരുന്നുണ്ട് അല്ലെ? x² എന്ന് പറഞ്ഞാൽ x⁻²2 ആണ്. അപ്പൊ x 2 times വരുന്നുണ്ട്. അപ്പൊ ദേ ഇവിടെ x ഉണ്ട്, ഇവിടെയും x ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു y ഉണ്ട്. അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാന്ന് കിട്ടിയില്ലേ? എല്ലാവരും വരച്ചിട്ടായി പൂക്കളൊക്കെ. ഓക്കെ ആണോ? കിട്ടാത്ത ആരുമില്ലല്ല. അപ്പൊ നമ്മളിതേ ഫസ്റ്റ് പഠിച്ച കാര്യം എന്താണ്? ഏതൊരു എക്സ്പ്രഷൻ തന്നാലും അതിന് ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ? ഏതൊരു എക്സ്പ്രഷൻ തന്നാലും അതിന് ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാക്ടറൈസേഷൻ. ശരിയല്ലേ? നമ്മൾ ഈ ചെയ്തത് എന്താണ്? ഫാക്ടറൈസേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉറപ്പല്ലേ? അപ്പോ അതിൽ നമുക്ക് കിട്ടുന്ന ഓരോ കഷ്ണങ്ങൾ അല്ലെ, നമ്മുടെ നേരത്തെ വാട്ടറും ടീ പൗഡറും ഷുഗറും അല്ലെ, ഇവരാണ് എന്ത്? നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരാ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ എക്സ്പ്രഷൻ കിട്ടുന്നത്. സെറ്റ് ആണല്ലോ പറഞ്ഞത്? അപ്പോ ഈ ഒരു ടോപ്പിക് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോവാം. ഓക്കെ ആണോ? സോ ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും ചാടി എണീറ്റേ. എല്ലാവരും ചാടി എണീക്ക്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് എക്സസൈസിലേക്ക് പോകാം. ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദ ഗിവൺ ടേംസ്. തന്നിരിക്കുന്ന ടേംസില് അല്ലെ, തന്നിരിക്കുന്ന ടേംസില് കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന
ടേംസില് കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെ വരുന്നുണ്ട്? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തോ. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് എല്ലാവരും. 12x ഉണ്ട്, 36 ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കേ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തനിയെ ചെയ്യാൻ പറ്റും, അത്ര എളുപ്പമാണ്. നോക്കിയടാ മക്കളെ, ഫസ്റ്റ് 12xന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? നമ്മൾ നേരത്തെ കുറെ നേരം 12 എഴുതി കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. 12xന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? സാറെ വേഗം അൺമ്യൂട്ട് ചെയ്തോ. വൈഗ പറഞ്ഞ മോളെ. 12നെ നമുക്ക് 2 into 3 എന്ന് എഴുതാം അല്ലേ? അപ്പൊ 12നെ 2 into 3 എന്ന് എഴുതാം. കൂടാതെ ആര് കൂടിയുണ്ട് അവിടെ? എക്സ് കൂടിയുണ്ട് അല്ലേ? അപ്പൊ 2 into 3 into x എന്നാണ് എഴുതിയത് 12xന്. അതെ. ഇനി അടുത്ത ആൾ അൺമ്യൂട്ട് ചെയ്തോ സാർ. എങ്ങനെയാണെങ്കിൽ 36ന് എങ്ങനെ എഴുതാം? 36 അക്ഷജയ് കുട്ടാ പറയടാ. അങ്ങനെ പറയരുത്. 36 നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നീ പേടിക്കണ്ട. 2 3ൽ എത്ര ടൈംസ്? 3ൽ എത്ര ടൈംസ് പോകുന്നു പറ? 18 ടൈംസ്. 3ൽ 1 ടൈം പോകും, റിമൈൻഡർ 1. 16ൽ 2, 8 ടൈംസ്. ഇതൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് കേട്ടാ. വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ പഠിച്ചതാണ്. ഈ 36 ഒക്കെ നിസ്സാരം നമുക്ക് അല്ലേ? Then 2 18ൽ അഗൈൻ എത്ര ടൈംസ്? 9 ടൈംസ്. ഇനി 2 പോകൂല എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ആരെ പിടിക്കാം? 3നെ പിടിക്കാം. കുഴപ്പമില്ലല്ല, 3നെ പിടിച്ചു. സോ 3 into 3 ആണ് 9. അപ്പൊ 36ന് ഞാൻ ഇങ്ങനെ എഴുതി, 2 into 3 into 3 എന്ന് എഴുതി. ഓക്കെ ആണോ? ഇത്രയും എഴുതിയത് എല്ലാവർക്കും മനസ്സിലായ? നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദ ഗിവൺ ടേംസ്. തന്നിരിക്കുന്ന ടേംസിൽ ആരൊക്കെയാണ് കോമൺ വന്നിരിക്കുന്നത് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആരൊക്കെയാണ് അപ്പൊ കോമൺ? ജസ്റ്റ് നിങ്ങൾ നോക്കിക്കേ, ഇതിലും ഒരു 2 ഉണ്ട്, ശരിയല്ലേ? ഇതിലും ഒരു 2 ഉണ്ട്, വീണ്ടും ഇതിലും ഒരു 3 ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കോമൺ അല്ലേ വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? കോമൺ ഫാക്ടർ ആരായിരിക്കും? 12xലും 36ലും വന്നിരിക്കുന്ന കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാംടാ? നോക്കിക്കേ, 2 into 3 അല്ലെ? 2 2ന്ന് ഒരു 2 എടുത്തു, അടുത്ത 2 2ന്ന് ഒരു 2 എടുത്തു, അടുത്ത 2 3ന്ന് ഒരു 3 എടുത്തു അല്ലെ? അപ്പൊ നമുക്ക് 2 2 2 എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ 2 ആണ്. 2 2sന്ന് 1 2, 2 2sന്ന് 1 2, 3 2 3sന്ന് വീണ്ടും ഒരു 3 എടുത്തു. അപ്പൊ 2 into 3 എന്നായി. സോ 12. അപ്പോ ഇതിൽ രണ്ടിലും നിങ്ങൾ നോക്കിക്കേ, 12xും 36ഉം എടുത്താൽ അതിൽ കോമൺ വരുന്ന 12 അല്ലേ? ടേബിൾ പറഞ്ഞു നോക്ക്. 12ന്റെ ടേബിളിൽ 12 ഉണ്ട്, 36ന്റെ ടേബിളിൽ 36 കിട്ടുന്നാലും 12 into 3 36 ആണ്. ശരിയാണോ? അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ ഒരു ഫസ്റ്റ് ചുവട് മാത്രം. ഇനിയൊക്കെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എല്ലാത്തിന്റെയും ഡയറക്റ്റ് ഒക്കെ എഴുതുന്നവരായിരിക്കും, കുഴപ്പമില്ല. അപ്പോ ഫസ്റ്റ് ഒരു ടൈപ്പ് മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ ആണോ? അടുത്തതൊന്ന് തനിയെ ചെയ്ത് നോക്കി. അങ്ങനെയാണെങ്കിൽ ഇതേ അടുത്തത് 2y. നെക്സ്റ്റ് വരുന്നത് 2y വരുന്നുണ്ട്. 2y ആൻഡ് 22xy. 2yയും 22xy. അപ്പൊ 2yയുടെ ഒരാൾ പറയും, 22xyയുടെ അടുത്ത ആള് പറയും. യെസ്, ആരൊക്കെയാന്ന് മാത്രം സാർ തീരുമാനിച്ചാൽ മതി. 2y ആര് പറയും? ആയിഷ പറയും. യെസ്, പറഞ്ഞ പോലെ 2yയുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 and y അല്ലെങ്കിൽ 2 into y ആണ് 2y എന്ന് പറയുന്നത് അല്ലേ? Then 22xy. അലൻ 22xy എന്ത് വരുവാടാ? 22 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 11 എന്നല്ലേ 22 എഴുതാൻ പറ്റുള്ളൂ അല്ലേ? സോ 22നെ 2 into 11 എഴുതാം. പിന്നെ എന്തുണ്ട്? എക്സും ഉണ്ട്, വൈയും ഉണ്ട്.
ശരിയാണോ? കിട്ടിയാ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരാൾ അൺമ്യൂട്ട് ചെയ്തോ. ദിയക്കുട്ടി പറഞ്ഞേ, ഇവിടെ ആരൊക്കെയാണ് കോമൺ? 2 കോമൺ ആണ്. പിന്നെ y കോമൺ ആണ്. ശരിയല്ലേ? yയും കോമൺ ആണ്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ദേ ഇവിടുത്തെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞ് എഴുതാം. ദാറ്റ് ഈസ് കോമൺ ഫാക്ടർ ഈസ് എന്തായിരിക്കും വരുന്നത്? 2 into y, ദാറ്റ് ഈസ് 2y ആണ് ഇതിലെ കോമൺ ഫാക്ടർ. സെക്കൻഡ് വണ്ണിലെ കോമൺ ഫാക്ടർ എന്താന്ന് കിട്ടി? 2y ആണെന്ന് കിട്ടി. എളുപ്പത്തിൽ കിട്ടണില്ലേ? ചെയ്യാൻ പറ്റണില്ലേ? സിമ്പിൾ ആണിത് കേട്ടാ. നിങ്ങൾ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സും സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് ഒക്കെ ഫാക്ടറൈസേഷൻ വലിയ നമ്പേഴ്സ് ഒക്കെ ചെയ്തവരാണ്. അപ്പൊ ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, കിട്ടാത്തവരുണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ പറഞ്ഞ കാര്യത്തില്? ഇല്ല, എല്ലാവരും ചെയ്തു. ഓക്കെ, അടിപൊളി. അപ്പൊ ദേ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വൺ ഒന്ന് വേഗം ചെയ്തേ. 14pq 28p square q square. 14pq and next one 28p square q square. 14pq 28p square q square. യെസ്, ഫസ്റ്റ് വൺ ആര് പറയും? സ്വർണ പറയും. യെസ്, സ്വർണ പറയടാ. യെസ്, 40 എന്ന് പറഞ്ഞ 2 into 7 ആണ്. പി ക്യൂ എന്ന് പറഞ്ഞ പി ഇൻറ്റു ക്യൂ ആണ്. ഓക്കെ, മിടുക്കി. ദെൻ നെക്സ്റ്റ് അടുത്ത ആള് അഡ്ലിൻ. 28p square q square. 28നെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് കളയാം അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 28നെ ഫാക്ടറൈസ് ചെയ്താൽ 2 into 2 into 7. പിന്നെ പി സ്ക്വയർ. പി സ്ക്വയർ എന്ന് വെച്ചാൽ പി എത്ര ടൈംസ് വരും? 2 ടൈംസ് വരും അല്ലേ? ദാറ്റ് ഈസ് പി ഇൻറ്റു പി. പിന്നെ ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യൂ എത്ര ടൈംസ് വരും? ക്യൂ ഇൻറ്റു ക്യൂ. ഓക്കെ ആണോ? എന്നിട്ട് ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ടുള്ള ആളുകളൊന്ന് ലേബൽ ചെയ്ത് കണ്ടുപിടിക്കുക. സോ കോമൺ ഫാക്ടർ ഈസ് എന്ത് ചെയ്യാം നമുക്ക്? നെക്സ്റ്റ് ആരാണ് പറയുന്നത്? ഇമ്മാനുവൽ പറയടാ. പറഞ്ഞ മോനെ. 2 7 ഒരു പി വന്നു, അടുത്ത ക്യൂ വന്നു. ഓക്കെ, അപ്പൊ അത് ഇവിടെ ആരൊക്കെയുണ്ട്? 2 into 7 into p into q. That is 2 into 7 14. 14 pq ആണ് ഈ തന്നിരിക്കുന്നതിലെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കിട്ടിയില്ലേ എല്ലാവർക്കും? കിട്ടാത്ത ആരുമില്ലല്ലോ? റഷ്ദാൻ കിട്ടിയില്ലേടാ? കിട്ടി. ഓക്കെ ആണ്. ഓക്കെ, യെസ്, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ചെയ്ത് കഴിഞ്ഞ എല്ലാവരും 2x 3x square 4. സിമ്പിൾ അല്ലേ? ഒന്നും ചെയ്യാനില്ല അല്ലേ? അപ്പൊ അതേ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തനിയെ പറയുവാണ്. 2x ഉണ്ട്, 3x square ഉണ്ട്, 4 ഉണ്ട് അല്ലേ? 2x ഉണ്ട്, 3x square ഉണ്ട്, 4 ഉണ്ട്. 2x എന്ന് പറയുന്ന നമ്പർ എടുത്താൽ 2xനെ നമുക്ക് 2 into x എന്ന് എഴുതാം. 3x square എടുത്താൽ 3 into x squareന് x into x എന്ന് എഴുതാലോ. 2 times x വന്നു അല്ലേ? ഇനി 4 എടുത്താൽ 4നെ 2 into 2 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എത്ര ടേംസ് ഉണ്ട് എലിസബത്തെ? എത്ര ടേംസ് ഉണ്ട്? യെസ്, 3 ടേംസ് ഉണ്ട്. ശരിയല്ലേ? 3 ടേംസ് ഉണ്ട്. അപ്പൊ ഈ 3 ടേംസിലും കോമൺ ആയിട്ട് ആരൊക്കെയുണ്ടോ അവരെ മാത്രമാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോ ഇവിടെ കോമൺ ആരായിരിക്കും വന്നിരിക്കുന്നത്? ആർക്ക് പറയാം? മഹാദേവേ കുട്ടാ, ഇവിടെ ആരെങ്കിലും കോമൺ ഉണ്ടോ? ഇത്ര നേരം ചെയ്തോണ്ടിരുന്ന ക്വസ്റ്റ്യൻ തന്നെ. ഇതിനകത്ത് കോമൺ ഫാക്ടർ ആരെങ്കിലും ഉണ്ടോ? എല്ലാത്തിലുമായിട്ട് രണ്ടാമത്തെ രണ്ടെണ്ണത്തിൽ പോവും. മൂന്നാമത്തേൽ എക്സ് ഇല്ല, അപ്പൊ അതെടുക്കാൻ പറ്റൂല.
സംസാരിച്ചിരിക്കായിരുന്നു അവിടെ. അതാണ് പ്രശ്നം. ഇനി അമ്മയായിട്ട് പറയണ്ടെന്നാ പറയണത്. എന്താന്നറിയില്ല, ഇവിടെ എന്ത് ചോദിച്ചാൽ എക്കോ ബാക്കിന്ന് എല്ലാവരുടെയും വരുന്നുണ്ട് അല്ലെ. ഇന്നലെ ദിയനോട് ചോദിച്ചപ്പോ അല്ല വായിച്ചാ പഠിക്കുന്നത്. സംസാരിച്ചിരിക്കല്ലേ, ശ്രദ്ധിച്ചിരിക്കട്ടാ. ഇവിടെ മക്കളെ നോക്ക്, കാരണം സംഭവം നമുക്ക് ഫാക്ടേഴ്സ് എഴുതാൻ സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരു തോന്നൽ ഉണ്ടാവും, ദേ ഇവിടെയും ഇവിടെയും എക്സ് ഉണ്ട്, പിന്നെ ദേ ഇവിടെയും ഇവിടെയും 2 ഉണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ 3 ടേംസിലും കോമൺ ആണെങ്കിൽ അല്ലേ കോമൺ ഫാക്ടർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ. 3 ടേംസിലും കോമൺ ആയിട്ട് അവരാരുമില്ല. അങ്ങനെയാണെങ്കിൽ ആര് മാത്രമേ ഇവിടെയൊക്കെ കോമൺ ഉണ്ടാവുള്ളൂ? ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? എല്ലാത്തിലും നമുക്ക് 2 into 1 2 into 1 ഇങ്ങനെ എഴുതി പോവാം അല്ലേ. അപ്പോ ഇവിടെ ആകെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്? 1 മാത്രമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ 1 എഴുതി കൊടുക്കാട്ടോ. into 1 into 1 into 1. എല്ലാത്തിലും എഴുതണമെന്ന് ആവശ്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യനിൽ എല്ലാം കോമൺ ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 1 എഴുതാം. ആരും 0 എന്നൊന്നും എഴുതി വെക്കരുത്. കേട്ടല്ല ഫൗസാനെ? എഴുതി വയ്ക്കൂലല്ലോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. അവന്റെ എക്സ്പ്രഷൻ ആണ് കാണേണ്ടത്. ഓക്കെ, കിട്ടി. കിട്ടാത്ത ആരുമില്ല. തെറ്റിച്ചവരൊക്കെ കറക്റ്റ് ചെയ്താ? കറക്റ്റ് ചെയ്ത് ആരവേ കുട്ടാ കിട്ടിയായിരുന്നാ? യെസ്, അതൊക്കെ കഴിഞ്ഞു മിസ്. ഇനി അടുത്ത തായോ എന്നാ പറയണത്. എന്നാ കുറച്ച് വലുതിരിക്കട്ടെ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞൊരു ഭയങ്കര റിലാക്സേഷൻ മോഡിലേക്ക് പോകണം അല്ലേ. അപ്പൊ 6abc 24ab² 12a²b. ചട്ടപ്പടേ ചട്ടപ്പടേ ചാടിത്തുള്ളി ചെയ്തോ. കുറെ എണ്ണങ്ങൾ എനിക്ക് പോകട്ടെ ഇപ്പൊ ചാടിത്തുള്ളാനൊക്കെ പറയുമ്പോ. യെസ്, നവമി. ഓക്കെ, നവമി ഒന്ന് അൺമ്യൂട്ട് ചെയ്തോടാ. പറഞ്ഞോ. 6abc സിമ്പിൾ ആയിട്ട് പറയാലോ. എന്ത് വരും 6abc? 3 into 2 into a into b into c. നല്ല പാട്ട്. പാട്ടുകാരിയാണോ നവമി? അല്ല, ഭാഗ്യം എന്നൊക്കെ അല്ലേ. പക്ഷെ നന്നായിട്ട് നല്ലൊരു ഈണമൊക്കെ ഉണ്ടല്ലോ പറയണേന്. പാട്ട് പഠിക്കേ. ഇങ്ങനെയൊക്കെ പറയാവോ? എന്താണ് കഴിവ് നവമിയുടെ? മോണാക്ട്. അത് പോരെ. അപ്പൊ ഒരു ദിവസം നമുക്ക് നവമിയുടെ മോണാക്ട് കാണാം അല്ലേ. ഒരു ദിവസം പ്രിപ്പയർഡ് ആയി. ഞാൻ കണ്ടില്ലല്ലോ. ഓക്കെ, സെറ്റ്. അടുത്ത ആള് തൻവി പറയടാ. 24ab². 24 വേണമെങ്കിൽ ആദ്യമേ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് വെച്ചോ. 24 2 പറഞ്ഞ മോളെ. 2 into 2 into 2 2 into 2 into 2 into 3 into a b into b. b 2 times വരും അല്ലേ. a into b into b. മിടുക്കി. then next അടുത്ത ആരാണ്? ഡിയോണ. പറഞ്ഞോടാ. 12a²b 12a²b എന്ത് വരും? 3 into 12 3 into 2 into 2 എന്ന് എഴുതാം. പിന്നെ a² എന്ന് പറയുമ്പോ a 2 times into b അല്ലെ. അപ്പൊ നിങ്ങൾ റൗണ്ട് ചെയ്യണത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ചെയ്യണതാണ് കാരണം വിട്ടു പോവാണ്ടിരിക്കാൻ. ദേ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പൊ ദേ കോമൺ ഫാക്ടറില് ഫസ്റ്റ് എനിക്കൊരു 3 എഴുതാലോ. കുഴപ്പമില്ലല്ലോ. എല്ലായിടത്തും ദേ കോമൺ ആയിട്ട് ഒരു 3 വന്നിട്ടുണ്ട് അല്ലേ. അടുത്തത് ദേ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ അടുത്തത് ഒരു 2 എഴുതാലോ. ഓക്കെ ആണോ? നെക്സ്റ്റ് ഞാൻ നോക്കുമ്പോഴേക്കും ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ ഒരു a ഉണ്ട്. അപ്പൊ അടുത്തത് ഒരു a എഴുതാം. ഇവിടെ ഒരു b ഉണ്ട്, ദേ ഇവിടെ ഒരു b, ഇവിടെ ഒരു b. b എഴുതാം. ഇനി എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? സി എഴുതാൻ പറ്റുമോ?
പറ്റുമോ? ഇല്ല അല്ലേ? കാരണം എന്താണ്, ഇവിടെ സി ഉണ്ടെന്ന് പറഞ്ഞ ബാക്കി രണ്ടിലും സി ഇല്ല. അപ്പോ ഇവിടെ കോമൺ ഫാക്ടർ എത്രയാണ് കിട്ടിയത്? 6ab ആണോ? ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. 6ab ആണെന്നുള്ള ഒരു വേവ് ചെയ്തേ. യെസ്, ഓക്കെ, അടിപൊളി. ആദിദേവ് കിട്ടിയില്ല. ആരോമൽ വർത്താനത്തിലാണ്. സാറേ ആരോമൽ ഒന്ന് വിളിച്ചേ. ആരോമൽ, യെസ്. ആ ബുക്ക് ഒന്ന് കാണിച്ചേടാ സ്ക്രീനില്. ആരോമലേ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ് ചെയ്തിരിക്കണേന്ന്. ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയൂല. ഒന്നുകൂടി അടുപ്പിച്ച് പിടിക്കാവോ? എന്റെ കണ്ണൊക്കെ അടിച്ചു പോവും. എന്റെ അമ്മേ, ഇത് ഏത് ക്വസ്റ്റ്യൻ ആണ് ഈ ചെയ്തേക്കണത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. അവൻ പൂക്കളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. എടാ, എക്സാമിന് നീ ഇങ്ങനെ പൂക്കളം വരച്ചു വെക്കില്ലേട്ടാ. ഇതേപോലെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ദൈവമേ, ഞാൻ ആദ്യം മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 7th ട്രീ ഡയഗ്രം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതുകൊണ്ടാണ് അങ്ങനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു വഴിക്ക് എടുത്തത്. പക്ഷെ ഇനി നമ്മൾ കുറച്ചും കൂടി വലുതായി. അപ്പൊ അത് ഈ രീതിയിൽ എഴുതണം. ഫാക്ടറൈസേഷൻ അല്ലേ നമ്മൾ ചെയ്യണത്. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. വെറുതെ ഫാക്ടേഴ്സ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. ഓക്കേണാ? കണ്ട, ഇപ്പൊ നോട്ട് നോക്കിയോണ്ടുണ്ടായ ഗുണം കണ്ട? അല്ലെങ്കിൽ അതേപോലെ എഴുതി വെക്കും, പരീക്ഷയ്ക്ക് അതന്നെ എഴുതി വെക്കും, എന്നിട്ട് സ്വന്തമായിട്ട് മാർക്ക് വിട്ടുവയ്ക്കും അല്ലെ? ഇതാണ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? 16x ക്യൂബ് മൈനസ് 4x ക്യൂബ് x സ്ക്വയർ 32x. യെസ്, ആരാണ് പറയുന്നത്? ആൻജോ പറയടാ. 16x ക്യൂബ് പറഞ്ഞ മോനെ. 2 into 2 4 ആയി. 4 into 2 8 ആയി. into 2 x. ഓക്കെ, into 2 into x into x into x, അതായത് 3x വരും അല്ലെ? അതായത് x ക്യൂബ് ആയി. ഓക്കെ, പിന്നെ മൈനസ് 4x സ്ക്വയർ. അടുത്ത നീ തന്നെ പറയുവാണോ? ഓക്കെ, നിന്റെ ആഗ്രഹം ആയിക്കോട്ടെ. മൈനസ് 2 into 2 into x into x. ഓക്കെ, then നെക്സ്റ്റ് അടുത്ത ആളെ വിളിച്ച സാറേ, അല്ലെങ്കിൽ അവൻ തന്നെ പറഞ്ഞോളിയല്ലോ. അനന്തകൃഷ്ണ 32 ഫാക്ടറൈസ് ചെയ്താ? 3 2 എത്ര ടൈംസ്? 3 2 എത്ര ടൈംസ് പോകും? ഒരു പ്രാവശ്യം പോയി. റിമൈൻഡർ 1 വന്നാ 12 2 എത്ര ടൈംസ്? 6 ടൈംസ്. 16 2 അഗൈൻ എത്ര ടൈംസ്? 8 ടൈംസ്. 2 8 4 ടൈംസ്. 2 2 ടൈംസ്. ഇങ്ങനെ വരൂലേ? വേഗം ചെയ്തോന്നാ. യെസ്, 2 into 2 into 2 into 2 into 2. That is 2 raised to 5 ആണ് 32 എന്ന് ഓൾറെഡി അറിയാം നമുക്ക് അല്ലെ? എങ്കിലും ഞാനൊരു ഭംഗിക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇൻറ്റു എക്സ് കിട്ടിയാ? ഓക്കെ ആണല്ലോ? അപ്പോ 16x ക്യൂബിന്റെയും മൈനസ് 4x സ്ക്വയറിന്റെയും 32x ഒക്കെ നമുക്ക് കിട്ടി. ഇതിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് പോവുക. എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ മാർക്ക് ചെയ്തോ. ദേ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഒരു 2 ഞാൻ എഴുതി അല്ലെ? വീണ്ടും അടുത്തത് നോക്കുവാണെങ്കിൽ ഇവിടത്തെ ചെറുത് നോക്കുക കേട്ടോ. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. ഇൻറ്റു എക്സ് എഴുതി. വേറെ ആരെങ്കിലും കോമൺ ആയിട്ട് ഉണ്ടോ? ഇനി ഉണ്ടാ? ഇല്ല അല്ലേ? 2x മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ശരിയല്ലേ? 2x ഉണ്ടെങ്കിൽ പിന്നെ 1 എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ 2ഉം x മാത്രമാണ് ഇവിടെ വരുന്ന കോമൺ ഫാക്ടർ. സോ കോമൺ ഫാക്ടർ ഈസ്, നമുക്ക് എന്തെഴുതാം? 2x എന്ന് എഴുതാം. 2 into x എന്ന് പറഞ്ഞാൽ 2x ആണ്. കിട്ടിയല്ലോ എല്ലാവർക്കും?
പിന്നെ ചിലവർ ഇവിടെ ഇങ്ങനെ എഴുതാൻ സാധ്യതയുണ്ട്, -2 എന്ന് പറഞ്ഞ -1 × 2 എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ ആൻസർ ചെയ്യേണ്ട വരും. കാരണം ഇവിടെ -2നെ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നവരുണ്ടാവും, 2 × -1 എന്നൊക്കെ എഴുതുന്നവരുണ്ടാവും അല്ലെ. അപ്പോ അങ്ങനെ വരുമ്പോ നിങ്ങൾ ആ ഒരു കേസ് വെച്ചിട്ട് വേണ്ടി വരും ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ മിക്കവാറും എല്ലാവരും തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി. കാരണം 2x ആണ് നമുക്ക് അവിടെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ രീതിയിൽ ചെയ്യാം. അതല്ല -2നെ അവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ -2 2 × -1 എഴുതി കഴിഞ്ഞാൽ അവിടെ 2 കോമൺ ആയി അല്ലെ. അപ്പൊ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം, തെറ്റില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെ ചെയ്തവരാരെങ്കിലും ഉണ്ടാ? ആ ഒരു വഴിക്ക് ചിന്തിച്ചവരാരെങ്കിലും? യെസ്, റഷ്ദാൻ ചിന്തിച്ചു ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടാ, അതും കറക്റ്റ് ആണ് കേട്ടാ, തെറ്റൊന്നുമല്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി കിട്ടാത്ത ആരുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഈ ക്വസ്റ്റ്യനില്? യെസ്, എന്താണ് ഡൗട്ട് ചോദിച്ചോടാ? ആ 2 × 2 4x അല്ലേ വരിക എല്ലാത്തിലും? അല്ല, ഞാനിവിടെ 2x എന്നല്ലേ എഴുതിയ, കാരണം 4x അല്ലേ കോമൺ ആയിട്ട് എഴുതാ. 4x ആണ് വരിക കേട്ടാ. എടാ ഇവിടെ നോക്കിക്കേ, 16 എടുത്താലും 4 എടുത്താലും 32 എടുത്താലും അവിടെ 4 ഉണ്ട് അല്ലെ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കോ. ഞാൻ ഇവിടെ ഒരു 2 എഴുതിയിട്ടില്ല, വിട്ടുപോയിട്ടുണ്ട്. ദാറ്റ് ഈസ് -1 × 2 എന്നാക്കിക്കോ വേണമെങ്കിൽ ഇതിനാ. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് പറ്റില്ല. ദാറ്റ് ഈസ് ഇവിടെ 2, ഈ ഒരു 2ഉം ഈ ഒരു 2ഉം ഈ ഒരു 2ഉം കൂടി കൺസിഡർ ചെയ്യുക. അപ്പൊ ഒരു 2, ദാറ്റ് ഈസ് 4x കേട്ടാ. രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ എന്തായാലും സെയിം ആവണ്ടേ അല്ലേ. ജസ്റ്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. 16x³ 4x² 32x. ഇതിലെല്ലാത്തിലും 4 എന്ന് പറയുന്ന ആള് കോമൺ ആയിട്ടുള്ള ഒരാളല്ലേ അല്ലേ. അപ്പൊ 4-നെയല്ലേ നമുക്ക് അവിടെ പുറത്തേക്ക് എടുക്കാൻ പറ്റണത്. അപ്പൊ എന്തായാലും 4x ആണ് ആൻസർ വരിക. അപ്പൊ നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഈ രീതിയിൽ തന്നെ നമുക്ക് എന്തായാലും ആൻസർ കിട്ടണം, ശരിയല്ലേ. അപ്പൊ 4x ആണ് ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. 2x എഴുതി വെച്ച ആരെങ്കിലും, കോപ്പി അടിച്ച് എഴുതി വെച്ചാൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ 2x തന്നെ കിട്ടിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അല്ലെ 4x ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത് നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ മിസ്റ്റേക്ക് വരുന്നുള്ളവരാണെങ്കിൽ ഇത് -2നെ 2 × -1 എഴുതി വെക്കുക. അപ്പൊ 2 × -1 ആയി. എന്നിട്ട് നിങ്ങൾ ഓരോന്നിനെയും എന്ത് ചെയ്യാ, മാർക്ക് ചെയ്യോ, ഒന്നില്ലെങ്കിൽ സർക്കിൾ ചെയ്യോ അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരേപോലത്തെ ടേംസ് ഓരോന്നോരോന്നായിട്ട് എഴുതാം. സോ വി വിൽ ഗെറ്റ് 2 × 2 4x എന്ന് കിട്ടും. സെറ്റാണ്? റോഹിൻ ഡൗട്ട് ആണോ? ചോദിച്ചോടാ. -4x കോമൺ ആവാൻ ചാൻസ് ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫാക്ടേഴ്സിന് നമ്മൾ -2 × -2 × -2 എന്ന് വേണം എഴുതിയിട്ടുണ്ടാവാൻ കേട്ടാ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ -4x നമുക്ക് വേണമെങ്കിൽ കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. അത് നമ്മൾ എഴുതുന്ന അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് 2 വെച്ചിട്ടല്ലേ, -2 വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെയും എഴുതാം നമുക്ക്. ഓക്കെ ആണോ? അത് കുറച്ചു പേർക്ക് മനസ്സിലായിട്ടില്ല. അത് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുന്നവർക്കാണ് -4x ഒക്കെ ഈ ഒരു ഐഡിയ എന്തായാലും വന്നിട്ടുണ്ടാവുക. ഇതിപ്പോ എന്തായാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇത്രയും മനസ്സിലായില്ലേ. നെഗറ്റീവ് വന്നാൽ നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് -1 എന്നുള്ള ഫോമിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുക്കാൻ മക്കളെ ചെറിയൊരു ടാസ്ക് ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാനുള്ള ടാസ്ക് ആണ്, വേറൊന്നുമല്ല കേട്ടാ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഹോംവർക്ക് ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരുന്ന കാര്യം തന്നെ. ജസ്റ്റ് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ച് 10 PQ 20 QR and 30 RP. സെക്കൻഡ് വൺ 3x² y³ 10x³ y² 6x² y² z. ഓക്കെ, ഈ വീഡിയോ പതിയെ ഓൺ ചെയ്തവരൊക്കെ കേട്ടല്ല അല്ലെ. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്ക. രാഹുലേ സാർ, നീ വൈകി വന്നവരെ വൈകി വിട്ടാ മതി.
എക്സാം കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. അല്ലേ അമീനെ? അമീൻ അഹ്സാൻ. ഞാൻ അത്രക്കാരൻ നഹീഹും ആണാ? അതെ അതെ അതെ. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കോമൺ ഫാക്ടേഴ്സ് തന്നിരിക്കുന്ന എക്സ്പ്രഷനിലെ കോമൺ ഫാക്ടേഴ്സ് എല്ലാവരും പഠിച്ചു അല്ലെ? ഇനി കോമൺ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫാക്ടറൈസ് ചെയ്യാനാണ്. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പറയുന്ന കോമൺ ഫാക്ടറിനെ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ടേംസ് നമ്മൾ അവിടെ ഒരുമിച്ച് എഴുതും. അതാണ് ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7x - 42. 7x - 42. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി 7x-ഉം 42 അല്ലെ? 7x ഉണ്ട് 42 ഉണ്ട്. 7x-ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 42-ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് വേഗം ഒന്ന് പറഞ്ഞേ. 7x-ന്റെ ഫാക്ടേഴ്സ് റോഹിനല്ല, അദ്വൈത് മനോജ്. 7x-ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എടാ ബുക്കൊന്നും കാണില്ലല്ലോ. ഓക്കെ, അതൊന്നും എന്തെങ്കിലും പ്രോപ്പർ ആയിട്ട് ചെയ്യണോട്ടോ, അഡ്ജസ്റ്റ് ചെയ്യണോട്ടോ. ഇപ്പൊ ഷിഫ്റ്റിംഗിന്റെ ഒരു സംഭവം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ 7x പറഞ്ഞോ. 7x-ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ ഇത്ര നേരം ചെയ്തിട്ടുണ്ടായല്ലോ. 7x-ന്റെ ഫാക്ടേഴ്സ് പറയാൻ പറ്റണ്ടേ? നീ അപ്പൊ ഇത്ര നേരം എന്തുവാ ചെയ്തത്? അല്ല, ചെയ്തത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. 7x എന്ന് പറഞ്ഞാൽ 7x-ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? അപ്പൊ അവിടെ ഞാൻ വിളിക്കുന്നുണ്ടടാ, വീട്ടിലേക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. ആ ന്യൂ ബാച്ചിൽ നിന്ന് ഓൾഡ് ബാച്ചിലേക്ക് വന്നപ്പേ നല്ല ഉഴപ്പ്. വിളിക്കണോ ഞാൻ? വിളിക്കാട്ടാ. 42 നമുക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ തന്നെ 7 × 6 ആണെന്ന് അറിയാം അല്ലെ? ദാറ്റ് ഈസ് 7 × 2 × 3 എന്ന് വേണമെങ്കിൽ എഴുതിക്കോ, അല്ലെങ്കിൽ 7 × 6 തന്നെ എഴുതിക്കോ. അപ്പൊ 7x എടുത്താലും 42 എടുത്താലും നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുക ഏതാണ് ഇവിടെ വരുന്ന കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞേ. ആരാണ് ഇവിടുത്തെ കോമൺ ഫാക്ടർ? യെസ്, ആരാണ് സാറേ പറയുന്നത്? അതിത്രി പറയണ കോമൺ ഫാക്ടർ ആരാണ്? 7 ആണ്. 7 മാത്രമേ കോമൺ ഉള്ളൂ അല്ലെ? 7 ആണ് കോമൺ ഫാക്ടർ. അപ്പോ ഈ പറയുന്ന 7x - 42-നെ ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ മക്കള് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കോമൺ ഫാക്ടർ നിങ്ങൾ എഴുതാം. എന്നിട്ടൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കി അവിടെ അവശേഷിക്കുന്നവർ ആരൊക്കെയാണോ അവരെയൊക്കെ എഴുതാം. അതായത് ഫസ്റ്റ് ടേമിൽ എക്സ് മാത്രമല്ലേ ഉള്ളൂ അല്ലെ? ആ എക്സ് നമ്മൾ എഴുതി. ഓക്കെ, ഫസ്റ്റ് ടേമിൽ എക്സ് മാത്രമുള്ള ആ എക്സ് നമ്മൾ എഴുതി. പിന്നെ ഈ 7x കഴിഞ്ഞിട്ടുള്ള സൈൻ എന്താ? മൈനസ് ആണ് അല്ലെ? അപ്പൊ നമ്മളത് ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ ആണോ? സോ 7 × x-. പിന്നെ ഇവിടെ ബാക്കി ആരാ ഉള്ളത്? 2 × 3 6 അല്ലേ? അതുകൊണ്ട് നമുക്ക് 7 × x-6 എഴുതാം. ഇതാണ് 7x - 42-നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആണ് പറഞ്ഞത്? അപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ കണ്ടുപിടിക്കുക. കോമൺ ഫാക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്സൈഡ് നിർത്തിക്കൊണ്ട് അതിന്റെ ബ്രാക്കറ്റിനുള്ളിലേക്ക് അതല്ലാത്ത ആളുകൾ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നമ്മൾ എഴുതാം. ഇപ്പൊ ഫസ്റ്റ് കേസിൽ എക്സ് ഉണ്ട് അല്ലെ? 7x-ൽ എക്സ് ബാക്കിയുണ്ട്. ആ എക്സ് നമ്മൾ ആദ്യം എഴുതി. പിന്നെ സൈൻ വരുന്നത് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു. പിന്നെ 3 × 2 എന്താണ്? 6 ആണ്. ആ 6 നമ്മൾ എഴുതി. അപ്പൊ 7 × x-6. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാൻ അറിയാലോ എല്ലാവർക്കും അല്ലെ? 7 × x എന്ന് പറഞ്ഞാൽ 7x ആണ്. 7 × 6 എന്ന് പറഞ്ഞാൽ 42 ആണ്. സോ 7x - 42 കിട്ടിയ ആൻസർ കറക്റ്റ് അല്ലേ? ഓക്കെ ആണോ? മനസ്സിലായ എല്ലാവർക്കും ചെയ്യേണ്ട രീതി? അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ച പ്രോബ്ലംസ് ആണ് ഇതിലേക്കുള്ള ആദ്യ ചുവടെന്ന് പറഞ്ഞാല്.
അപ്പൊ കോമൺ ഫാക്ടർ കിട്ടി. അവിടെ നമ്മൾ ചെയ്തത് കോമൺ ഫാക്ടറിനെ പുറത്ത് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ടേംസ് കണ്ടുപിടിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമല്ലോ. 6p മൈനസ് 12q. അപ്പൊ നമുക്ക് ഇവിടെ ആരുടെയൊക്കെ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കണം? 6p എന്ന് പറയുന്ന ടേമിന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 12q എന്ന് പറയുന്ന ടേമിന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ആരൊക്കെയാണ് ഇവിടെ ടേമിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്? യെസ് സെബ പറഞ്ഞോടാ. 6p യുടെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 6 എന്ന് പറഞ്ഞാൽ 6ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 6p യുടെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 2 into 3 അല്ലെ? 2 into 3 into p ആണ് 6p വരുന്നത്. അതേപോലെ 12q ന്റെ ആരൊക്കെയാണ്? 2 into 2 into 2 4 ആയി. 4 into 3 12 ആയി into q അല്ലേ? സോ 12q എന്ന് പറഞ്ഞാൽ 2 into 2 into 3 into q ആയി. അപ്പോ ഇവിടുത്തെ കോമൺ ഫാക്ടർ നമുക്ക് കിട്ടി. ആരാണ് സാറേ പറയുന്നത്? കോമൺ ഫാക്ടർ ഇസ് യെസ് കുട്ടാ പറയടാ. കോമൺ ഫാക്ടർ ഏതാണ്? അപ്പോ 2 into 3 അല്ലെ? കോമൺ ഫാക്ടർ 2 into 3 ആണ്. 2 into 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ കോമൺ ഫാക്ടർ കിട്ടി. സോ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ 6p മൈനസ് 12 എന്നാണ്. അതിൽ 6 പുറത്തേക്ക് എടുത്താൽ ബ്രാക്കറ്റിന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്പ്രഷനിൽ p മാത്രല്ലേ അവിടെ ഉള്ളൂ അല്ലെ? അപ്പൊ ആ p ഞാൻ ഫസ്റ്റ് എഴുതി. പിന്നെ വന്നിരിക്കുന്ന സൈൻ മൈനസ് ആണ്. അപ്പൊ മൈനസ് എഴുതി. ഓക്കെ. പിന്നെ ആ 6 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആരൊക്കെയുണ്ട്? ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ആരൊക്കെയുണ്ട്? ദേടാ 2q മാത്രമല്ലേ ബാക്കിയുള്ളൂ അല്ലെ? ആ 2q നമുക്ക് ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് 6p മൈനസ് 12നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 into p മൈനസ് 2q എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? കിട്ടിയ എല്ലാവർക്കും? കിട്ടാത്ത ആരുണ്ടാവില്ലല്ലോ? വൈഷ്ണവേ ചെയ്ത് കഴിഞ്ഞാ ഓൺ ദ വേ ആണ്, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാ ഇത്തിരിയും കൂടെ ഉള്ളൂ. എന്നിട്ട് ഇവിടെ കിടന്ന് അവൻ ഭംഗി ആസ്വദിക്കലാണ് ബുക്കിന്റെയും അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യനില്? ആഗ്നസ് ഡൗട്ട് ആണോ? അല്ല. ഓക്കെ. കാർത്തികിന് എന്താണ് ഡൗട്ട്? ചോദിച്ചോ. ഈ കോമൺ ഫാക്ടർ ചെയ്യാനുള്ള 2 into 3 into p മൈനസ് 2 into 3p q അങ്ങനെ എഴുതിയിട്ട് നേരെ ചെയ്തോ, കുഴപ്പമില്ല. ചെയ്തോടാ. അല്ല ഇത്രയും ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിലൊക്കെ അങ്ങനെ എഴുതിയാൽ നമുക്ക് ഓക്കെ ആണ്. പക്ഷെ ഇത് കഴിഞ്ഞതേ വലിയ കുറച്ച് സാധനങ്ങളൊക്കെ വരും. ഓക്കെ. അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഒരു എ മിസ്സായ വരെ ആൻസർ ഫുൾ ആയിട്ട് തെറ്റും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടണം അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തോ, എന്ത് കുഴപ്പമൊന്നുമില്ല കേട്ടാ. എല്ലാവർക്കും ഒരേപോലെ കിട്ടണം എന്നില്ല അങ്ങനെ ചെയ്ത് കഴിയും. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പിൽ തന്നെ പറഞ്ഞു പോകുന്നത്. ഇവിടെ നിങ്ങൾ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡയറക്റ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം, കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഈ മെത്തേഡ് പറയുന്നത് എൻ്റെ മുന്നിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരേപോലെ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞു പോകുന്നത്. കുറച്ച് കഴിഞ്ഞ് അടുത്ത സെക്ഷനൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഈ കോമൺ ഫാക്ടറിന്റെ പരിപാടിയൊക്കെ നിർത്തും. ജസ്റ്റ് പുറത്തെടുക്കുന്ന പരിപാടിയിലേക്ക് എത്തും. അത് കുറച്ചും കൂടി കഴിയട്ടെ. തുടക്കത്തിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്ത അല്ലേ എന്ത് വിചാരിക്കും എന്നുള്ളതല്ല. നിങ്ങൾക്കത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കുട്ടികൾ ഉണ്ടാവും. അവർക്ക് കൂടി കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. സോ 7a square plus 14a 7a square plus 14a ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യേണ്ട തന്നെ മനസ്സിലാവും. ഇവിടുത്തെ 7 രണ്ടിലുണ്ട്, a രണ്ടിലുണ്ട്. 7a പുറത്തെടുത്ത ആൻസർ കിട്ടി അല്ലേ? പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ കിട്ടണം എന്നില്ല. 7a square എങ്ങനെ എഴുതാൻ പറ്റും? യെസ് സാറേ. യെസ് കാതറിൻ പറഞ്ഞോടാ. 7a സ്ക്വയറിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 14a എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 7a സ്ക്വയർ പറഞ്ഞ മോള് 7 into a into a മിടുക്കി. then നെക്സ്റ്റ് അടുത്ത ആള് 14a
ആരുണി ആരുണി സാറ് കഷ്ടപ്പെടുവാണ് വിളിക്കാനായിട്ട്. ആരുണി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഫ്രഷ് ആയിട്ടൊന്നുമില്ലല്ലോ, സമയം കിട്ടിയില്ലേ, ലേറ്റ് ആയാ? ആ ഓക്കെ. 14 എന്ത് വരും? 2 into 14. രൗദ്രം എന്ത് വേണം? ഏത് ഭാവം ഞാൻ? 14 2 into 2 into എന്ന് എഴുതാൻ പറ്റുമോ? അതാണ് പോയി, എല്ലാം പോയി, കൈവിട്ട് പോയി. 7 into 2 14 അല്ലേ? പിന്നെ 2 into 2 എന്തിനാ? പോട്ടെ, സാരില്ല. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും അല്ലെ? എനിക്കും ഒരബദ്ധം പറ്റാം. സോ ഇത്രയേ ഉള്ളൂ. കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലായി ഏതൊക്കെയാണ് കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. ഇവിടെ രണ്ടിടത്തും 7 ഉണ്ട്, ഇവിടെ രണ്ടിടത്തും a ഉണ്ട്. സോ 7 into a ആണ് കോമൺ ഫാക്ടർ. ദാറ്റ് ഈസ് 7a ആണ് കോമൺ ഫാക്ടർ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 7a സ്ക്വയർ പ്ലസ് 14a ഇങ്ങനെ എഴുതാം. 7a കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇനി അവിടെ എടുക്കപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ? നമ്മൾ എടുക്കാത്ത ആള് 7a സ്ക്വയറിൽ a എടുത്തിട്ടില്ല, അപ്പൊ a അവിടെ എഴുതി. ദെൻ അവിടെ വരുന്ന സൈൻ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ ബാക്കി അവശേഷിക്കുന്ന 2നെയും കൂടി അങ്ങോട്ട് കൺസിഡർ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ദാറ്റ് ഈസ് 7a into a plus 2. ഓക്കെ ആണോ പ്രണവേ? കൈകൊട്ടിക്കളിയാണോ? കിട്ടിയാ? കിട്ടി. സോ 7a into a plus 2 സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വേഗം തനിയെ ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. ഇതേപോലെ തനിയെ ചെയ്ത് നോക്ക്. -16z plus 20z cube. -16z plus 20z cube. So -16z ന്റെ ഫാക്ടേഴ്സും വേണം, 20z ക്യൂബിന്റെ ഫാക്ടേഴ്സും വേണം. -16z ന്റെ ഫാക്ടേഴ്സും വേണം, 20z ക്യൂബിന്റെ ഫാക്ടേഴ്സും വേണം. യെസ്, പറഞ്ഞോ. ആരാണ് പറയുന്നത് ഫസ്റ്റ്? -16z. നുഹൈദ് പറഞ്ഞോടാ. -16z എന്ത് വരും? ഒന്നില്ലെങ്കിൽ നിങ്ങൾ 16 ഫാക്ടറൈസ് ചെയ്ത് വെക്കുക, അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ? ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, പറഞ്ഞോ. -16z എങ്ങനെ എഴുതാം? -2 into 2 into 2 into 2 into 2 into z. ഓക്കെ, അടുത്തത് 20z ക്യൂബ് ആര് പറയും? അർച്ചന പറയടാ. 20z ക്യൂബ് പറഞ്ഞോ മോളെ. 2 into 2 into 5 into z into z. ഓക്കെ, അപ്പൊ നമുക്കിവിടെ വേണ്ടത് കോമൺ ഫാക്ടേഴ്സ് ആണ് ആദ്യം. സോ കോമൺ ഫാക്ടറിനകത്ത് ഏതൊക്കെയാണ് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? യെസ്, ഒരാളൊന്ന് മ്യൂട്ട് ചെയ്തോ. യെസ്, ആരാണ്? മിത പറയടാ. ഇതിൽ ഏതൊക്കെയാണ് കോമൺ ഫാക്ടർ? 2 and 5 ഉണ്ടാ? ഇവിടെ 2 2s ഉണ്ട്, ഇവിടെയും 2 2s ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അത് എടുക്കാം. 2 into 2 എടുക്കാം. ഇവിടെ ഒരു z ഉണ്ട്, ഇവിടെ ഒരു z ഉണ്ട്, അതും എടുക്കാം. ദാറ്റ് ഈസ് 4z രണ്ടിലും കോമൺ അല്ലേ? 4z രണ്ടിലും കോമൺ ആണ്, അപ്പൊ 4z എടുക്കാം. അങ്ങനെയാണെങ്കിൽ -16z plus 20z ക്യൂബില് 4z പുറത്തേക്ക് വന്നാൽ ഇവിടെ ബാക്കിയുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇവിടെ ഒരു -4 into 2 ഉണ്ടാവും. -2 into 2 ഉണ്ടാവും. -2 into 2. ഇനി അങ്ങോട്ടേക്ക് സൈൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒരെണ്ണം പോസിറ്റീവും അടുത്തത് നെഗറ്റീവും ആണെങ്കിൽ കിട്ടുന്ന ആൻസറിൽ നെഗറ്റീവ് സൈൻ ആയിരിക്കില്ലേ വരുന്നത് അല്ലെ? -2 into 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആയുഷേ കുട്ടാ, എന്ത് കിട്ടും ആൻസർ? എന്ത് വരും? അവിടെ വർത്താനത്തിലാണല്ലോ.
നെഗറ്റീവ് 2 ഇൻറ്റു 2 എന്താ? ആ 4 ആണോ? ഞാൻ സമ്മതിക്കൂല. നെഗറ്റീവ് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാ നെഗറ്റീവ് 2 ഇൻറ്റു 2 നെഗറ്റീവ് 4. എന്താണ് സംസാരം ഇവിടെ? കാര്യമായ സംസാരമാണല്ലോ. ആരാണ്? ചേട്ടനാണോ വഴിതെറ്റിക്കാൻ ഇരിക്കുന്നത്? ആണാ? ചേട്ടനാണല്ലേ. ചേട്ടൻ 2 ഇടി കൊടുത്തതാ പിടിച്ച്. പാവം കൊച്ചിനെ വഴിതെറ്റിക്കാൻ ഇരിക്കുവാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കട്ടെ. വർത്താനം പറയാൻ ശ്രദ്ധിച്ചിരിക്കും. സോ 4z ഇൻറ്റു ബ്രാക്കറ്റില് 2 ഇൻറ്റു നെഗറ്റീവ് 2 എന്ന് പറഞ്ഞ നെഗറ്റീവ് 4 ആണ് അല്ലെ. പിന്നെ ബാക്കി അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന 5 ഇൻറ്റു z ഇൻറ്റു z. 5 ഇൻറ്റു z ഇൻറ്റു z എന്ന് വെച്ചാൽ എന്താ? 5z സ്ക്വയർ ആണ് അല്ലെ. 5 ഇൻറ്റു z 2 ടൈംസ്, ദാറ്റ് ഇസ് 5 ഇൻറ്റു z സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? 4z ബ്രാക്കറ്റില് നെഗറ്റീവ് 4 പ്ലസ് 5z സ്ക്വയർ. നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോ. ഈ ആൻസർ തന്നെയല്ലേ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉറപ്പിക്കാം. സെറ്റ് ആണോ? കിട്ടിയ എല്ലാവർക്കും? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ചെയ്യാനായിട്ട്. അപ്പൊ നെഗറ്റീവ് ഒക്കെ വരുമ്പോ ശ്രദ്ധിച്ചൊന്ന് ചെയ്യണം. നെഗറ്റീവ് ഒക്കെ ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ അവിടെ ആൻസർ പണി പാളും കേട്ടാ. ഓക്കെ ആണ്? യെസ്, ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു അങ്ങനെയാണെങ്കിൽ എല്ലാവരും. യെസ്, 20l square m plus 30al m. എന്തൊക്കെയാണല്ലേ? ചുമ്മാ എയും എല്ലും എമ്മും എക്സ് ഒക്കെ ഇട്ട് തന്നിരിക്കുകയാണ്. അദ്വൈത് മനോജേ, വിളിക്കും ഞാൻ അങ്ങോട്ട്, വരും ഞാൻ അങ്ങോട്ട്, ടിക്കറ്റ് ഒക്കെ എടുത്ത് ബോംബേക്ക്. ടാസ്ക് ഒക്കെ തരാം. ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കഴിയട്ടെ അല്ലേ. കൊച്ചു ത്രേസ്യ അൺമ്യൂട്ട് ചെയ്തേ. ഇന്നലെ എക്സാം ടൈമില് കണ്ടില്ലല്ലോ, അവിടെ പോയി. ചേട്ടൻ എക്സാം ഉണ്ടായിരുന്നോ? എഴുതണായിരുന്നു. അതുകൊണ്ടാണാ? എന്നിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കിയാ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ? ചെയ്തു. ഓക്കെ. സോ ഇവിടെ 20l square m and 30al m ആണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. 20l square m ആരാണ് സാറേ പറയുന്നത്? ഗൗരി, അൺമ്യൂട്ട് ചെയ്ത് പറയടാ. 20l square m 20l square m എന്ത് ചെയ്യാം? യെസ്, 20 എന്ന് പറഞ്ഞാൽ 2 10 ടൈംസ് അഗെയിൻ 2 5 ടൈംസ് അല്ലെ. സോ 20 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് എഴുതാം ആണല്ലോ. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ 2 ടൈംസ് വരുന്നുണ്ട്. അപ്പൊ എൽ 2 ടൈംസ് ഇൻറ്റു എം എന്ന് എഴുതാല, തെറ്റില്ല. ഓക്കെ, ദെൻ അടുത്തത് 30 ആണ്. 20 പോലെ തന്നെ 30 നമുക്ക് എഴുതാം. 30 നമുക്ക് 3 10 ടൈംസ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു 5. ശരിയല്ലേ? നിങ്ങൾക്ക് ഇത് എഴുതുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാവും, അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 10 ഇവിടെ കോമൺ ആണെന്നുള്ളതൊക്കെ മനസ്സിലാവും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോട്ടെ, അതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ ദേ ഇവിടെ 30 ഞാൻ എഴുതുന്നു 3 ഇൻറ്റു 2 ഇൻറ്റു 5 അല്ലെങ്കിൽ 2 ഇൻറ്റു 3 ഇൻറ്റു 5, 3 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു എം. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. യെസ്, കോമൺ ഫാക്ടർ എത്രയായിരിക്കും? സാറേ അടുത്ത ആൾ അൺമ്യൂട്ട് ചെയ്തോ. അദ്വൈതേ കുട്ടാ പറയടാ. യെസ്, കോമൺ ഫാക്ടർ ഏതായിരിക്കും? 2 5 L and M അല്ലെ. ഇത്രയും കോമൺ ഫാക്ടേഴ്സ് ആ വരിക. സോ 2 ഇൻറ്റു 5 ഇൻറ്റു L ഇൻറ്റു M, ഇതല്ലേ കോമൺ ഫാക്ടർ വരിക. ദാറ്റ് ഈസ് 10 LM ആയിരിക്കും കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ 20l square m പ്ലസ് 30al m ഞാൻ 10lm ഔട്ട് സൈഡ് എടുത്തു. ബാക്കി ആരൊക്കെ ഉണ്ടാവും? ഡിവിന അൺമ്യൂട്ട് ചെയ്തോടാ. 10lm ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി ആരൊക്കെ ഉണ്ടാവും?
ഫസ്റ്റ് വണ്ണിൽ ആരൊക്കെ ഉണ്ട്? 20L² എമ്മിൽ ആരൊക്കെ ഉണ്ട്? 2 ഉണ്ട്, L ഉണ്ട്. അപ്പൊ നമുക്ക് 2L എന്ന് എഴുതാം അല്ലേ? ദെൻ സൈൻ പ്ലസ് അല്ലേ, പ്ലസ് ഇട്ടു. അടുത്തതിൽ ആരൊക്കെ ബാക്കിയുണ്ട് അവിടെ? 3 ഉണ്ട്, A ഉണ്ട്. അപ്പൊ നമുക്ക് 10LM into 2L plus 3 എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? കിട്ടിയാ? കറക്റ്റ് ആക്കിയാ? ദേവകേ കിട്ടിയാടാ? കിട്ടി. ഓക്കെ ആണല്ലോ? കിട്ടാത്ത ആരില്ലല്ലോ? ഉറപ്പല്ലേ? യെസ്, ഓക്കെ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി വേഗം ഒന്ന് ചെയ്ത് തീർത്തേ. 5x² minus 15xy². 5x² minus 15xy². സിമ്പിൾ ആയിട്ട് ചെയ്യാം ഇത്രയും ചെയ്തവർക്ക് അല്ലെ. ഇനി എന്ത് നോക്കാൻ? 5x² minus 15xy² ആണ്. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യും. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ചെയ്യും. നോക്കട്ടെ എത്ര പേർക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയാലോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. ചെയ്ത് കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. നോക്കട്ടെ ഐഡിയ മിന്നിത്തിളങ്ങി കത്തിയോ? യെസ്, ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മിടുക്കാൻ പറയട്ടാ. പറയട്ടെ, ആൻസർ പറയട്ടെ എന്നാ. ഫൈവ് എക്സ് വൈ ഇൻറ്റു എക്സ് മൈനസ് 3y ആണോ വന്നത് ആൻസർ? 5xy ഇൻറ്റു എക്സ് മൈനസ് 3y. കിട്ടാത്തവരുണ്ടാ? കോമൺ ഫാക്ടർ 5xy എന്ന് കിട്ടി അല്ലെ? 5xy പുറത്തേക്ക് എടുത്താൽ ബാക്കി ഒരു എക്സ് ഉണ്ടാകും. ആ എക്സ് ആദ്യം എഴുതി. ദെൻ സൈൻ മൈനസ് ആണ് വരുന്നത് അല്ലെ? അവിടെയും നമ്മൾ 5xy പുറത്തേക്ക് എടുത്താൽ ബാക്കി 3y ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5xy ഇൻറ്റു എക്സ് മൈനസ് 3y എന്ന് കിട്ടി. ഇനി അങ്ങോട്ടേക്കുള്ള വലിയ വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് ഒറ്റയടിക്ക് എഴുതേണ്ട വരും. ഓക്കെ ആണോ? അപ്പോ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചു വരാം. ഞാനിപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡയറക്റ്റ് ഒന്ന് എഴുതി കാണിച്ചു എന്നുള്ളൂ. ഇങ്ങനെ എഴുതാൻ പറ്റിയവർ എത്ര പേരുണ്ട്? ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ പറ്റിയവര്? ഓക്കെ ആണ്? കിട്ടിയല്ലോ എല്ലാവർക്കും? സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പോ ഇതാണ് ഈ ചാപ്റ്ററിൽ. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും എന്താണ് ഈ ചാപ്റ്ററിലെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ഫാക്ടേഴ്സ് എഴുതാനായിട്ട് അറിയണം. ഏതൊരു നമ്പർ ആയിക്കോട്ടെ, ഏതൊരു ടേം ആയിക്കോട്ടെ, അതിന്റെ ഫാക്ടേഴ്സ് കൃത്യമായിട്ട് എഴുതാൻ അറിയണം. അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കോമൺ ഫാക്ടർ ഔട്ട്സൈഡ് എടുത്തുകൊണ്ട് ബാക്കി എല്ലാ ടേംസിനെയും നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിലേക്ക് എഴുതാം. അതാണ് ഫാക്ടറൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സെറ്റാണോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. എന്റെ അക്ഷജേ ഇവനുണ്ടല്ല ക്ലാസ് കഴിയാറാവുമ്പോ തുടങ്ങും ടാസ്ക്. സാധാരണ എല്ലാവരും ക്ലാസ് തുടങ്ങുന്ന സമയത്താണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങാറ്. ഇത് ക്ലാസ് കഴിയണ സമയത്താണ് ടാസ്ക് എന്ന് പറയാറ്. എന്ത് ടാസ്ക് തരും ഞാൻ എല്ലാ ദിവസവും? അല്ലേ? നിങ്ങൾ തന്നെ ഒരു ടാസ്ക് പറ, എന്നിട്ട് ഞാനത് ചെയ്യിക്കാം. അതായിരിക്കും നല്ലത്. മറ്റേ ക്വസ്റ്റ്യൻസ് അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കണത്? അല്ലേ? കുസൃതി ചോദ്യങ്ങളല്ല ഉദ്ദേശിക്കണത്? അറിയാം.